ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, ഈ പ്രദേശവാസികളടക്കം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. മറ്റു വിവരങ്ങൾ. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് കല്ലടിക്കോട് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടെ പൊലിഞ്ഞത്. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു പാലക്കാട് കല്ലടിക്കോട് ഭാഗത്ത് വെച്ച് പാലക്കാട് നിന്നും സിമന്റ് കയറ്റി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറി മറ്റൊരു ലോറിയുമായി ഇടിച്ച് നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികൾക്ക് മേൽ മറിയുകയായിരുന്നു. തുടർന്ന് 4 വിദ്യാർത്ഥികളാണ് മരിച്ചത്. നിലവിൽ മരിച്ച വിദ്യാർത്ഥികൾ, അതായത് 3 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിക്കുകയും മറ്റൊരു വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് എന്നാണ് ലഭിച്ച വിവരം. ലോറി ഡ്രൈവറും അതുപോലെ തന്നെ ലോറിയിലെ ക്ലീനറും അടക്കം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയൊരു പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ അപകടം നടന്ന ഒരു മേഖല കൂടിയാണ് ഈ പാലക്കാട് കല്ലടിക്കോട് മേഖല. ഈ റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം പ്രധാനമായും മുൻകാലങ്ങളിലൊക്കെ അപകടം സംഭവിച്ചപ്പോൾ ചെറിയൊരു പരിഹാര നടപടികൾ മാത്രമാണ് അധികൃതർ സ്വീകരിച്ചത്. ചെറിയ രീതിയിൽ റോഡിൽ ഗ്രിപ്പിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പിന്നീട് അത് ഒരു ലാഘവത്തോടെ എടുക്കാത്തൊരു സ്ഥിതിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ അടക്കം ഇതിൽ കൃത്യമായി ഇടപെടണം എന്ന ഒരു കാര്യം കൂടെ നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കളക്ടറോട് അടക്കം കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതല നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മുൻപ് തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ അപാകതകൾക്ക് കാരണമായ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. കൃത്യമായ പരിശോധന നടത്തി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസങ്ങളിലടക്കം 5 യുവാക്കളുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അന്നും ഇന്നത്തേതിന് സമാനമായ രീതിയിലുള്ള അപകടമാണ് നടന്നിട്ടുള്ളത്. കാരണം ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഈ ചാറ്റൽ മഴയിലാണ് നിയന്ത്രണം വിട്ട കാറ് അപകടത്തിൽപ്പെട്ട് 5 യുവാക്കൾ മരിച്ചത്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും അപകടം സംഭവിച്ചിട്ടുള്ളത്. കാരണം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. അപ്പോൾ തന്നെ റോഡില് ഈ മഴ പെയ്തത് കാരണമാണ് ഇത്തരത്തിൽ ലോറിയുടെ നിയന്ത്രണം വിട്ടത് എന്ന കാര്യമാണ് ഇപ്പോൾ സമീപവാസികളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളോട് പ്രതികരിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു ദാരുണമായ സംഭവമാണ് വൈകിട്ട് 4 മണിയോടുകൂടെ പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ഉണ്ടായിട്ടുള്ളത്. മരിച്ച 4 വിദ്യാർത്ഥികളും പെൺകുട്ടികളാണ്. ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1-നും +2-നും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചത്. അവരെ സിമന്റും കയറ്റി വന്ന ലോറി കടിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നിലവിൽ മറ്റു കാര്യങ്ങൾ അപകടത്തിന് എന്താണ് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകണമെങ്കിൽ ലോറി ഡ്രൈവറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതൊക്കെ ഈ വരും മണിക്കൂറുകളിലുള്ളിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പരിക്കേറ്റവർക്കും മറ്റ് രക്ഷാപ്രവർത്തനം അടക്കം നടത്തിയത് നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. കാരണം സ്ഥലത്തെ MLA-യും അതുപോലെ തന്നെ മറ്റ് MLA-മാരടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മന്ത്രിമാരടക്കം ഈ മുഖ്യമന്ത്രി അടക്കം ഈ അപകടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വർഷ സച്ചിൻ, അതിലൊരു കാര്യത്തിൽ കൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഈ മരണപ്പെട്ട 4 വിദ്യാർത്ഥികളിൽ 2 പേർ ഒരേ വീട്ടിൽ നിന്നുള്ളവരാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ മരിച്ചവരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവർ ഒരേ വീട്ടിലെ വിദ്യാർത്ഥികളാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ മരിച്ച 4 വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകൾക്കുള്ളിൽ ലഭ്യമാകും. ഈ വിദ്യാർത്ഥികൾ 4 പേരിൽ 3 പേരെ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. ഈ പ്രവേശിപ്പിച്ചവരിൽ 4 പേരും മരിച്ചു. ഈ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡ്രൈവറും ക്ലീനറും അവിടെ ചികിത്സയിൽ തുടരുകയാണ്. വർഷം
ശരി, സച്ചിൻ ദേവ തുടരുക. ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിക്കുന്നുണ്ട് ആ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. ആ റോഡിൽ കിടന്ന പാവങ്ങളുടെ പുറത്തോട്ട് കയറുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു വേഗത എടുക്കുക. ഈ വണ്ടി ഓടിക്കുന്നവരും അതിൻ്റെ പരിസരത്തെ പറ്റി ഒരു ബോധമാണ്. റോഡിൽ കൂടെ പോകുന്നവർ, നടന്നു പോകുന്നവർക്ക്. തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ്സുകാരൻ്റെ സംഭവം, ഒരാളെ വണ്ടിയുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു. അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓവർടേക്കിംഗ് അല്ല, അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിലൂടെ കയറി KSRTC ബസ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ചെയ്ത ഒരു ഇതാണ്. അതിലൊരു ജീവൻ പൊടിഞ്ഞു, ഒരു കുടുംബം തകർന്നു എന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ അവരുടെ ലൈസൻസ് റദ്ദാക്കും, RC ബുക്ക് റദ്ദാക്കും. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നിലവിൽ അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഈ വണ്ടി ഓടിച്ചവരുടെ RC ബുക്ക് അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കൂടി നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. നിലവിൽ സംഭവ സ്ഥലത്ത് പ്രതിഷേധം ശമിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകാം. പക്ഷേ നിലവിൽ നിരവധി ആളുകളടക്കം അവിടെ കൂടിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാർ അടക്കം മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇനി എത്ര പേരാണ് ഈ അപകടത്തിൽ പരുക്കുപറ്റിയത്, അവരുടെ ചികിത്സാ സഹായമടക്കം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ എല്ലാ ചികിത്സാ സഹായങ്ങളും ഈ വിദ്യാർത്ഥികൾക്ക് നൽകും എന്നുള്ള ഉറപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അനുശോചനം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, DMO അടക്കം ഈ സംഭവം കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകണം എന്നൊരു നിർദ്ദേശം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധം ശമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.